ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു. സ്വാതി മലിവാളിന്റെ പരാതിയിലാണ് നടപടി. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, നേരത്തെ സ്വാതി മലിവാളിനെ പുറത്തുവിട്ട ദൃശ്യങ്ങളൊക്കെ ആം ആദ്മി പുറത്തുവിട്ടതിന് അധികം വൈകാതെ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് ഈ അറസ്റ്റിലായത് എന്നതാണ്. ഔദ്യോഗിക വസതിയായ ഡൽഹി സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് രാവിലെ ഡൽഹി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. തുടർന്ന് ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഈ DCPയുടെയും അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെ ഇപ്പോൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാതി മലിവാൾ നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ വിഭവ് കുമാറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വൈകിട്ടോ അതല്ല എങ്കിൽ നാളെയോ വിഭവ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നതായിരിക്കും. വിഭവ് കുമാറിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തുകയായിരുന്നു. അദ്ദേഹം പഞ്ചാബിൽ ഉണ്ടായിരുന്നു എന്ന സംശയത്തിനെ തുടർന്ന് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഈ പഞ്ചാബിൽ എത്തുകയും ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ PA അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ഈ ആം ആദ്മി പാർട്ടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യത്തിൽ ഈ സ്വാതി മലിവാളിനെ ബലം പ്രയോഗിച്ചല്ല ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് തെളിയിക്കുന്നതിനായിരുന്നു ആ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരുന്നത്. ഇതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായി തന്നെ ഈ ഇരു വിഭാഗത്തിൽ നിന്നുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വിഭവ് കുമാർ നേരത്തെ സ്വാതി മലിവാളിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസ് FIR എടുക്കാൻ ഇതുവരെയും തയ്യാറാകുന്നില്ല എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. അല്പസമയം മുമ്പ് ഡൽഹി നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹിയിലെ മന്ത്രിയുമായ ആതിഷിയും ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിഭവ് കുമാറിനെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അതിഷി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ സ്വാതി മലിവാളിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൂർണ്ണമായും നുണയാണ് സ്വാതി പറഞ്ഞത് എന്ന് പറഞ്ഞ് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിൽക്കാതെ അവർ എണീറ്റ് പോവുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളും അഖിലേഷ് യാദവും ഇരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് അദ്ദേഹം തിരിച്ചു വയ്ക്കുകയായിരുന്നു. ഒരു ഉത്തരവും പറയാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇത്രയും വലിയൊരു ആരോപണ വിധേയനായ ആളെ പോലീസ് പിടിക്കുന്നതെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി ഒന്നടങ്കം ഈ കേസിൽ ഇടപെട്ടു, അല്ലെങ്കിൽ ഈ സ്വാതി മലിവാളിനെതിരെ നിന്നു എന്നുകൂടിയല്ലേ വ്യക്തമാവുന്നത്? വിവിഷ് പറഞ്ഞതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വലിയൊരു തെരഞ്ഞെടുപ്പ് റാലി ആസൂത്രണം ചെയ്തിരുന്നു. ആ റാലി ഇന്ന് ഒരു വലിയ സംഭവമാക്കി മാറ്റുവാൻ, അതായത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു റാലി എന്ന നിലത്ത് ആ റാലി മാറ്റാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അതിന്റെ ശോഭ പോലും കെടുത്തുന്ന തരത്തിൽ ഈ സംഭവം ഇപ്പോൾ വളർന്നു വരുന്നത് എന്നതാണ് വളരെ മറ്റൊരു യാഥാർത്ഥ്യം. അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് ഈ ജയിലിൽ നിന്ന് പുറത്തു ഇറങ്ങിയതിന് പിന്നാലെ ഈ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഒരു നേരിയ മേൽക്കൈ ഉണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. ആ മേൽക്കൈയാണ് ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നു എന്നതാണ് രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഏതായാലും ഈ സംഭവത്തെ ചുരുങ്ങിയ പക്ഷം ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മെയ് 25 വരെ സമാനമായ രീതിയിൽ നിലനിർത്താൻ തന്നെയാകും ഈ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം എന്ന് തന്നെ വിലയിരുത്തുകയും ചെയ്യാം. ഏതായാലും ഇന്ന് വൈകിട്ട് ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് റാലി ഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് ഈ ഒരു സ്ത്രീയെ മർദ്ദിച്ചു. ശരിയാണ് ബാലഗോപാൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി 25-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാവിധ സർവ്വ ഒരുക്കങ്ങളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ, പ്രചാരണ പരിപാടികൾ സജീവമായി പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിൽ നിന്നുള്ള വരവ് അത് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം പകർന്നതാണ്. BJP പ്രതിരോധത്തിലാക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ സ്വാതി മലിവാളിന്റെ ഈ പരാതി വരുന്നു. ഇപ്പോൾ വിഭവ് കുമാറിന്റെ അറസ്റ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് എന്നുകൂടിയാകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് കൂടി ക്ഷീണമുണ്ടാക്കുന്ന കാര്യമായി മാറുകയാണ്. ബാലഗോപാൽ.